പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിനെ നമുക്ക് നൽകിയത് വഴി നമുക്ക് ഒരു ബന്ധം കിട്ടി. യേശുവിനെ ലഭിച്ചത് വഴി നമുക്കൊരു ബന്ധമാണ് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനപരമായ ഘടകം ഒരു ബന്ധത്തെക്കുറിച്ചുള്ള അറിവാണ്. കുറച്ച് ചിന്തകളല്ല, കുറേ ആശയങ്ങളല്ല. നമുക്ക് ലഭിച്ചിരിക്കുന്നത് ഒരു ബന്ധമാണ്. അപ്പം അതുകൊണ്ട് വിശ്വാസത്തിൽ വളരുക എന്ന് പറഞ്ഞാൽ ഈ ബന്ധത്തെക്കുറിച്ചുള്ള അവബോധത്തിൽ, അനുഭവത്തിലും വളരുക എന്നതാണ്. അതിനാൽ യോഹന്നാൻ 1:12 നമ്മൾ വായിക്കുന്നു, അവനെ കൈക്കൊണ്ട് അവനെ സ്വീകരിച്ചവർക്കെല്ലാം ദൈവത്തിൻ്റെ മക്കളാകാനുള്ള ഭാഗ്യം കിട്ടിയിരിക്കുന്നു. നമുക്ക് ലഭിച്ചത് ഒരു ബന്ധമാണ്. നമ്മൾ ഒരു ശക്തി സ്വീകരിക്കുന്ന അതല്ല നമ്മൾ ഓർക്കേണ്ടത്. നമ്മൾ ഓർക്കേണ്ടത് ഒരു ബന്ധത്തെക്കുറിച്ചാണ്. അപ്പം അതിനാൽ സഹോദരങ്ങളെയും, കുറച്ച് ദാനങ്ങളല്ല നമ്മൾ ദൈവമായുള്ള ദൈവത്തിന് മുമ്പ് നിൽക്കുമ്പോൾ ഓർക്കേണ്ടത്. പിന്നെ ഒരു ബന്ധത്തെക്കുറിച്ചാണ് നമ്മൾ ഓർക്കേണ്ടത്. നമ്മൾ ധൂർത്തപുത്രന്റെ ഉപമയിൽ ഒരു കാര്യം കാണുന്നുണ്ട്. ആ ഇളയ മകൻ അപ്പനോട് ചോദിക്കുകയാണ്, അപ്പ എൻ്റെ അവകാശമൊക്കെ എനിക്ക് തന്നേര്. അവൻ്റെ കണ്ണ് കുറച്ച് ദാനങ്ങളിൽ കേന്ദ്രമാക്കിയ ഒരു കണ്ണായിരുന്നു. അവൻ വിചാരിച്ചു, ദാനങ്ങൾ ഉണ്ടെങ്കിൽ എനിക്ക് ജീവിക്കാൻ പറ്റിയല്ലേ? അതല്ലേ പ്രധാനപ്പെട്ട കാര്യം. ദാനങ്ങളാണ് എനിക്ക് സുഖം നൽകുന്നത്. എനിക്ക് ആവശ്യമുള്ള കുറേ സമ്പത്തിൻ്റെ കൈവശം ഇരുന്നാൽ അതുപോലെ എനിക്ക് ജീവിതം ആഘോഷിക്കുവാൻ ഇതിൽ കൂടുതൽ എന്താണ് വേണ്ടത്? അങ്ങനെ അവൻ അപ്പനോട് ചോദിച്ചു, അപ്പനത് കൊടുത്തു. അവനത് വാങ്ങിച്ചുകൊണ്ട് പോയി. ദാനം വാങ്ങിച്ചുകൊണ്ട് പോയ ആളാണവൻ. കുറേ അനുഗ്രഹങ്ങൾ മാത്രം വാങ്ങിച്ചുകൊണ്ട് പോയവനാണവൻ. കാരണം അവൻ്റെ തലച്ചോറ് പറഞ്ഞു കൊടുത്തിരിക്കുന്നത് കുറച്ച് അനുഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ കാര്യങ്ങളെല്ലാം നടക്കും എന്നാണ്. നമ്മളും അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരാണ്. ആവശ്യത്തിന് പണവും ആരോഗ്യവും ഇതൊക്കെ ഉണ്ടെങ്കിൽ കാര്യങ്ങൾ നടക്കും എന്ന് നമ്മൾ ചിന്തിക്കുന്നവരാണ്. ഏതായാലും അത് വാങ്ങിച്ചുകൊണ്ട് അവൻ പോയി. അവൻ എന്താ സംഭവിച്ചത് എന്ന് ബൈബിൾ തന്നെ പറയുന്നുണ്ട്. ദാനങ്ങളെല്ലാം ചോർന്നു പോകും. ഒന്നില്ലെങ്കിൽ അത് വർദ്ധിക്കും, കുറച്ച് കഴിയുമ്പോൾ ചോരും. ഏത് ദാനത്തിനായാലും ഒരു പരിധിയുണ്ട്. നമുക്കറിയാം, സമ്പന്നമായ രാജ്യങ്ങൾ ചില സമയത്ത് വരുമ്പോൾ അവിടെ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകുന്നു. എത്രയോ സംസ്കാരങ്ങൾ ഉയർന്നു നിന്നിരുന്നു. കുറെ കഴിയുമ്പോൾ അത് താഴോട്ട് പോകുന്നു. രൂപയുടെ മൂല്യങ്ങൾ തന്നെ ചില സമയത്ത് വളരുന്നു, ചില സമയത്ത് കുറയുന്നു. പ്രൈസ് ദി ലോർഡ്. ഏതായാലും ധൂർത്തപുത്രൻ അവൻ്റെ കയ്യിരുന്ന സമ്പത്ത് വയ്യെ കുറയാൻ തുടങ്ങി. എല്ലാം തീർന്നു. ജീവിക്കാൻ നിവൃത്തിയില്ല. അവരെ പന്നിയെ തീറ്റാനായിട്ട് പോയി. പന്നിക്ക് കൊടുത്ത തവിട് പോലും കിട്ടാതെ വന്നു. അവൻ്റെ ജീവൻ തന്നെ അപകടത്തിലായി. ഈ കണക്കിന് നീങ്ങിയാൽ ഞാൻ ഇവിടെ കിടന്ന് മരിക്കും, അങ്ങനെ ഒരു അവസ്ഥയിൽ അവൻ എത്തിച്ചേർന്നു. അവനിപ്പോൾ ദാനങ്ങളിൽ ഒന്നും മുറുകെ പിടിക്കാനായിട്ടില്ല. കാരണം അവൻ ഏതെല്ലാം ദാനങ്ങളിൽ ആശ്രയിച്ചോ അത് മുഴുവനും ചോർന്നു പോയി. തന്നിൽ പോലും ആശ്രയിക്കാൻ അവന് നിവൃത്തിയില്ല. കാരണം സ്വന്തം ശക്തിയിൽ ആശ്രയിച്ചിട്ടും നടക്കുന്നില്ല. കാരണം സ്വന്തം ശക്തിയിൽ ആശ്രയിച്ചുകൊണ്ട് അവൻ ജോലി ചെയ്തിട്ടും പന്നിക്ക് കൊടുക്കുന്ന തവിട് പോലെ അവന് കിട്ടുന്നില്ല. ഹല്ലേലൂയ. അങ്ങനെ പന്നിക്കൂട്ടിലിരുന്ന ഈ ധൂർത്തപുത്രൻ എങ്ങനെയാണ് ഈ പ്രതിസന്ധിയിൽ നിന്ന് വെളിയിൽ വരുന്നത് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പിതൃഭവനത്തിലേക്ക് വന്നു.
നമ്മൾ ഒരു സ്ഥലത്തെ അല്ല ഇവിടെ കാണേണ്ടത്. ആ ധൂർത്തുപുത്രൻ അവിടെ നിന്ന് എഴുന്നേറ്റ് അവൻ എന്തെല്ലാം പ്രശ്നങ്ങളാണ് അവനുണ്ടായിരുന്നത്. സാമ്പത്തിക പ്രതിസന്ധി, കൂട്ടുകാരെല്ലാം അവനെ ഒറ്റപ്പെടുത്തി, അവനാരുമില്ല, എല്ലാ കൂട്ടുകാരും പോയി. തന്നെയുമെല്ലാം അവൻ ജോലി ചെയ്തിട്ട് ജോലി നിന്ന് അവന് ആദായം കിട്ടുന്നില്ല. അവൻ ഒരു അനീതിയുടെ വേദന അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു സ്ഥലത്ത് ഒരു നീതി കിട്ടുന്നില്ല. എല്ലാ സ്ഥലത്തും അവൻ ഒറ്റയാക്കപ്പെട്ടിരിക്കുകയാണ്. ഈ പറഞ്ഞ പ്രശ്നങ്ങളെല്ലാം അവൻ്റെ തലയ്ക്കകത്തിരിക്കുകയാണ്. ഈ പ്രശ്നം പരിഹരിക്കാൻ അവൻ്റെ കയ്യിൽ യാതൊന്നുമില്ല. ഒറ്റ കാര്യം മാത്രമേ അവനുള്ളൂ, ഒരു ബന്ധത്തെക്കുറിച്ചുള്ള ഓർമ്മ. ഹല്ലേലൂയ. അവൻ പിതൃഭവനത്തിലേക്ക് വന്നു. ഇതാ അവനൊരു ബന്ധത്തിന്റെ മുമ്പിലേക്കാണ് എഴുന്നേറ്റ് വന്നത്. അവനൊരു ബന്ധത്തിലേക്കാണ് അവൻ പ്രവേശിക്കുന്നത്. അവൻ കൈവിട്ട ഒരു ബന്ധത്തിലേക്ക് അവൻ ഇറങ്ങി വരികയാണ്. അവൻ പിതാവിൻ്റെ അടുക്കലേക്ക് വന്നു, ഒരു ബന്ധത്തിന്റെ അടുക്കലേക്ക് വന്നു. ഇത് നമുക്ക് എപ്പോഴും ഒരു ഓർമ്മയുണ്ടാകണം. നമ്മുടെ കൈവശം ഇരിക്കുന്നത് എല്ലാം ഇന്നല്ലെങ്കിൽ നാളെ ചിലപ്പോൾ പോയെന്ന് വരും. പക്ഷേ ഇതാ നമുക്ക് ഒരു ബന്ധമുണ്ട്. യേശു നമുക്ക് വെളിപ്പെടുത്തി തന്ന ബന്ധം, ദൈവം പിതാവാണെന്നുള്ള ഈ അറിവ്. ഒന്ന് കൈയടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തു. ഹല്ലേലൂയ. അവൻ പിതൃഭവനത്തിലേക്ക് വന്നപ്പോൾ അവൻ്റെ മനസ്സിലുണ്ടായിരുന്നൊരു ധാരണ, ഇതാ ഞാൻ അവകാശമെല്ലാം വാങ്ങിച്ചുകൊണ്ട് പോയി എനിക്ക് തോന്നിയതുപോലെ ജീവിച്ചു. അതുകൊണ്ട് ഒരുപക്ഷേ ഈ ബന്ധം പൊട്ടിക്കാണുമെന്നാണ് അവൻ വിചാരിച്ചത്. ഈ ബന്ധം പൊട്ടിപ്പോയി കാണും, കാരണം ഞാൻ അവകാശമെല്ലാം വാങ്ങിച്ചുകൊണ്ട് പോയി. എന്നാൽ അവനെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം, അവൻ പിതൃഭവനത്തിലേക്ക് വന്നപ്പോൾ അപ്പൻ അവനെ ആലിംഗനം ചെയ്ത് സ്വീകരിച്ചു. അവരിതാ പുതിയ വസ്ത്രം, ചെരുപ്പ്, മോതിരം, അവനെ ആലിംഗനം ചെയ്യുന്ന കരങ്ങൾ. അവരൊരു ബന്ധം അനുഭവിച്ചു. നഷ്ടപ്പെട്ടതെല്ലാം അവർ തിരിച്ചു കിട്ടി. ഹല്ലേലൂയ. അവരെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം എന്തെന്ന് ചോദിച്ചാൽ, അവൻ വിചാരിച്ചു ഞാൻ അപ്പനെ ഉപേക്ഷിച്ച് പോയപ്പോൾ അപ്പനെ എന്നെ ഉപേക്ഷിച്ചിട്ടുണ്ടാകും എന്നാണ് അവൻ വിചാരിച്ചത്. എന്നാൽ അവന് മനസ്സിലാക്കാൻ കഴിഞ്ഞു, അവരപ്പനെ ഉപേക്ഷിച്ചെങ്കിലും അപ്പൻ അവരെ ഉപേക്ഷിച്ചില്ല. ഹല്ലേലൂയ. ഈ അപ്പനെ കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മളൊരു പക്ഷേ ദൈവത്തെ മറന്ന് ജീവിച്ചാലും ദൈവത്തിന് നമ്മളെ മറക്കാൻ പറ്റുകയില്ല. നമ്മൾ ദൈവത്തെ ഉപേക്ഷിച്ചാലും ദൈവം നമ്മളെ ഉപേക്ഷിക്കുന്നില്ല. നമ്മൾ ദൈവത്തോട് അവിശ്വസ്തത പുലർത്തിയാലും ദൈവം നമ്മളോട് വിശ്വസ്തനാണ്. ഇതാണ് ദൈവത്തിൻ്റെ നേച്ചർ. ഹല്ലേലൂയ. ഹല്ലേലൂയ. പല ആളുകൾക്കും ദൈവത്തെക്കുറിച്ചുള്ള അറിവ്, ദൈവം ശക്തിമാനാണ്, ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല, ഈ അറിവൊക്കെയാണ് പലരുടെയും തലയിൽ കിടക്കുന്നത്. ആ അറിവൊക്കെ ശരിയാണ്. പക്ഷെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു അറിവുണ്ട്. എന്താണ്? നീ ദൈവത്തെ ഉപേക്ഷിച്ചാലും ദൈവം നിന്നെ ഉപേക്ഷിക്കുന്നില്ല എന്ന കാര്യം. ഹല്ലേലൂയ. ഈ ഒരു അറിവാണ് നമ്മുടെ ജീവിതത്തെ നിലനിർത്തുന്നത്. ഈ ഒരു അറിവ് നമ്മുടെ ജീവിതത്തിലെ പരമപ്രധാനമായ ഒരു അറിവാണ്. നീ ഏതെല്ലാം തരത്തിലുള്ള ബന്ധങ്ങൾ പൊട്ടിച്ചാലും പൊട്ടാത്ത ഒരു ബന്ധമുണ്ട് എന്ന ഒരു അറിവ്, ഈ അറിവാണ് യേശുക്രിസ്തുവിലൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഒരിക്കലും പൊട്ടാത്ത ഒരു സ്നേഹം, അങ്ങനെ ഒരു സ്നേഹത്തെക്കുറിച്ചാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. മറ്റ് മതഗ്രന്ഥങ്ങളിൽ നിന്ന് ബൈബിൾ വേർതിരിക്കപ്പെട്ടിരിക്കുന്നത് ഈ ഒരു വലിയൊരു അറിവിലാണ്, ഒരു ബന്ധത്തെക്കുറിച്ചുള്ള അറിവിലാണ്.
എന്ന് പറഞ്ഞാൽ നീ ദൈവത്തെ ഉപേക്ഷിച്ചാലും നിന്നെ ഉപേക്ഷിക്കാത്ത ഒരു ദൈവമുണ്ടെന്ന്. ഒരിക്കലും പൊട്ടാത്ത ഒരു ബന്ധം നമുക്കുണ്ടെന്ന്. എന്തെല്ലാം പ്രശ്നങ്ങൾ വന്ന് നമ്മൾ തലയ്ക്കകത്ത് കയറിയാലും, ഏതെല്ലാം പ്രശ്നങ്ങളിൽ നമ്മൾ മുങ്ങി ചത്തുപോകും എന്ന അവസ്ഥയിൽ വന്നാലും, ആ പ്രശ്നങ്ങൾ മുഴുവനും മഞ്ഞുരുകുന്നത് പോലെ ഇല്ലാതായി തീരുന്നത് ഒരു ബന്ധത്തിന്റെ മുമ്പിലാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കുക. ഹല്ലേലൂയ. ധൂർത്തപുത്രന്റെ സാമ്പത്തിക പ്രതിസന്ധിയും അവന് നീതി കിട്ടാതെ പോയ അവസ്ഥയും കൂട്ടുകാരെ മുഴുവൻ ഉപേക്ഷിച്ച അവന്റെ ഏകാന്തതയുടെ വേദനകളും എല്ലാം ഒരു ബന്ധത്തിന്റെ മുമ്പിൽ ഇല്ലാതായി തീർന്നു. അവന്റെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെട്ടത് ഒരു ബന്ധത്തിന്റെ സ്പർശനത്തിന് മുമ്പിലാണ്. അതുകൊണ്ട് ഇന്ന് ഇവിടെ ഇരിക്കുന്ന നമ്മളെല്ലാവരും ഒരു കാര്യം അറിഞ്ഞിരിക്കുക. നമ്മുടെ പ്രശ്നം രോഗത്തിന്റെ പ്രശ്നമാണെങ്കിലും, നമ്മുടെ പ്രശ്നം സാമ്പത്തിക പ്രതിസന്ധിയാണെങ്കിലും, നമ്മുടെ പ്രശ്നം എനിക്ക് ആരുമില്ല, എല്ലാവരും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു, എല്ലാവരും എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുന്നു എന്നതാണെങ്കിലും, ഇത് മുഴുവനും ഇല്ലാതായി തീരുന്നത് ഒരു ബന്ധത്തിന്റെ മുമ്പിലാണ്. ഹല്ലേലൂയ. ഒരു ബന്ധത്തിന്റെ മുമ്പിലാണ് ഈ പ്രശ്നങ്ങൾ മുഴുവനും മഞ്ഞുരുകുന്ന പോലെ ഉരുകിപ്പോകുക. അതുകൊണ്ട് നമ്മൾ ഈ ബന്ധത്തിന്റെ കണ്ണിലൂടെ നോക്കാൻ തയ്യാറാകണം. ബന്ധത്തിന്റെ കണ്ണുണ്ടാക്കിയ ഒരു പാത നമ്മുടെ തലച്ചോറ് കാണിച്ചു തരുന്ന ഒരു പാതയല്ല, ബുദ്ധി കാണിച്ചു തരുന്ന ഒരു പാതയല്ല, ബന്ധം കാണിച്ചു തരുന്ന ഒരു പാത നമ്മുടെ മുമ്പിലുണ്ട്. ഒരിക്കലും ആ പാതയില്, പിതാവിലേക്കുള്ള ആ വഴിയില് ആ ഗേറ്റ് ഒരിക്കലും അടയുന്നില്ല. തുറന്നു കിടക്കുന്ന ഒരു വാതിലുണ്ട്. ഹല്ലേലൂയ. നമ്മൾ വിചാരിച്ചു നമ്മൾ ഇറങ്ങിപ്പോകുമ്പോൾ ആ വാതിൽ അടയുമെന്ന്. ഒരിക്കലും അടയാത്തൊരു വാതിലിതാ നമ്മുടെ മുമ്പിൽ. അതുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിലെ രോഗമായാലും സ്നേഹം കിട്ടാത്ത അനുഭവങ്ങളായാലും എന്തെല്ലാം പ്രശ്നങ്ങളായാലും ശരി, നമ്മൾ അതിനെ ഒരു ബന്ധത്തിന്റെ മുമ്പിലേക്ക് കൊണ്ടുവരാനായിട്ട് തയ്യാറാകണം. നമ്മൾ ഇതിന്റെ നേരെ ഒരു ഇന്റലക്ച്വൽ ആയിട്ടുള്ളൊരു ചോദ്യമല്ല ചോദിക്കേണ്ടത്. ഹല്ലേലൂയ. എന്റെ രോഗം എങ്ങനെയാ സുഖപ്പെടുക? എന്റെ സാമ്പത്തിക പ്രശ്നങ്ങൾ എങ്ങനെയാ പരിഹരിക്കുക? നിന്റെ തലയ്ക്ക് ഉത്തരം കണ്ടെത്താൻ പറ്റാത്ത വണ്ണം ഇതാ ആയിത്തീർന്നിരിക്കുന്ന പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. വൈദ്യശാസ്ത്രം കൈവിട്ട ഒരു രോഗം നമ്മൾ എത്ര തലകൊണ്ട് ആലോചിച്ചാലും ആ രോഗത്തിന് ഉത്തരം കിട്ടാൻ പോകുന്നില്ല. തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തി, ഈ വ്യക്തി 1000 പ്രാവശ്യം ചെന്ന് ബന്ധപ്പെട്ട ആളോട് പറയുകയാണ്, ഞാൻ നിരപരാധിയാണ്, എന്തെങ്കിലും കുറവുകൾ വന്നിട്ടുണ്ട്, എന്നോട് ക്ഷമിക്കണം. എന്നാലും അപ്പോഴും ആ വ്യക്തി ഇതിവന്റെ സൂത്രമാണ്, ഇതൊരു അഭിനയമാണ് എന്ന് ധരിച്ചാൽ നീ എന്ത് ചെയ്യും? പ്രിയപ്പെട്ടവരെയും, അതുകൊണ്ട് ഒറ്റപ്പെട്ടിരിക്കുന്ന നിന്റെ പ്രശ്നം ഇതൊന്നും ഒരു ഇന്റലക്ച്വൽ ആയിട്ടുള്ള പ്രശ്നമല്ല. നിനക്ക് പരിഹരിക്കാൻ ഒരു വഴിയില്ല. പരിഹരിക്കാൻ വഴിയുണ്ടെങ്കിൽ അത് ഒരു ബുദ്ധിപരമായ കാര്യമാണ്. പരിഹരിക്കാൻ വഴിയില്ലാത്ത പ്രശ്നങ്ങളാണ് നമ്മുടെ ജീവിതത്തിലെങ്കിൽ അതൊരു ഇന്റലക്ച്വൽ പ്രോബ്ലം അല്ല. ഹല്ലേലൂയ. അത് ഒരു ബന്ധത്തിന്റെ പ്രശ്നമാണ്. അതുകൊണ്ട് ഒരു ബന്ധത്തിന് മാത്രമേ അത് പരിഹരിക്കാൻ കഴിയൂ. അതുകൊണ്ട് മനുഷ്യ ജീവിതത്തിലെ പ്രശ്നങ്ങളെല്ലാം തന്നെ ഒരു ബന്ധത്തിന്റെ പ്രശ്നമാണെന്ന് മനസ്സിലാക്കുവാനായിട്ട് നമ്മൾ തയ്യാറാകണം. നമ്മൾ അതിനെ ഒരു ബുദ്ധിയുടെ പ്രശ്നമാക്കി ചുരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ പരിണിതഫലമായി നമ്മുടെ ബുദ്ധി കടന്ന് വിഷമിച്ച് നമ്മളാകുന്ന ഈ മിഷ്യൻ തന്നെ കേടായിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതൊരു ബുദ്ധിയുടെ പ്രശ്നമല്ല എന്ന് മനസ്സിലാക്കിയാൽ ഇപ്പോൾ തന്നെ അതിനെ കെട്ടഴിയാൻ പോവുകയാണ്. എല്ലാവരും ഒന്ന് കൈയടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തു. പ്രൈസ് ദി ലോർഡ്. ഒരു നിമിഷം നമ്മൾ നിവർന്നിരുന്നുകൊണ്ട് നമ്മളോട് തന്നെ ചോദിക്കുക,
ഞാനിപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾക്കെല്ലാം ഒരു ബുദ്ധിപരമായ ഉത്തരമുണ്ടോ? ഒരു ചോദ്യമാണിത്. പ്രിയപ്പെട്ടവരെ, ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിക്കോ ഏതെങ്കിലും ഒരു ബുദ്ധിരാക്ഷസനോ എൻ്റെ ഈ പ്രശ്നത്തിന് ഉത്തരം തരാൻ കഴിയുമോ? നമുക്ക് തന്നെ അറിയാം. അങ്ങനെ ഉണ്ടായിരുന്നുവെങ്കിൽ നമ്മൾ ആരും ഇവിടെ വന്നിരിക്കുകയില്ല. ഏറ്റവും ബുദ്ധിമാനെ തിരക്കി നമ്മൾ നടന്നേനെ. അപ്പൊ അതുകൊണ്ട് നമ്മുടെ തലയ്ക്കകത്ത് കിടക്കുന്ന പ്രശ്നങ്ങൾ ഒരു ബുദ്ധിയുടെ പ്രശ്നമല്ല. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട കുറെ ചോദ്യങ്ങൾ ചോദിച്ചാൽ നമ്മൾ വീണ്ടും വീണ്ടും ഒരു പ്രശ്നത്തിൽ നിന്ന് വേറെ പ്രശ്നത്തിലേക്ക് ചെന്ന് ചാടും എന്നുള്ളതല്ലാതെ അവയ്ക്ക് ഒരു പരിഹാരമില്ല. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതുകൊണ്ട് ഒന്നാമതായിട്ട് നമ്മൾ അംഗീകരിക്കണം, എൻ്റെ പ്രശ്നങ്ങൾ, ഇപ്പോൾ ഞാൻ ചെന്ന് മുട്ടിയിരിക്കുന്ന പ്രശ്നങ്ങൾ ഈ ലോകത്തിലെ ഒരു ബുദ്ധിമാനും പരിഹരിക്കാൻ പറ്റുകയില്ല. ഇത് പരിഹരിച്ചു തരാനായിട്ട് കഴിവുള്ള ഒരു ബുദ്ധിമാനും ഈ ഭൂമിയിലില്ല. ഇതാണ് നമ്മൾ അംഗീകരിക്കേണ്ടത്. അതുകൊണ്ട് ഈ പ്രശ്നങ്ങൾക്ക് എൻ്റെ തലയ്ക്ക് ഒരു ഉത്തരം തരാനായിട്ട് സാധ്യമല്ല. തലയ്ക്ക് ഉത്തരം തരാൻ പറ്റുകയാണെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മൾ തലയിൽ ചിന്തിച്ച് ചിന്തിച്ച് തല ആകെപ്പാടെ കുഴപ്പത്തിലാക്കുന്നത്? ചിന്തിച്ച് ചിന്തിച്ച് കുഴപ്പത്തിലാക്കുന്ന പലരുമുണ്ട്. ചിന്തിച്ച് ചിന്തിച്ച് അവസാനം മെന്റൽ ഹോസ്പിറ്റലിൽ പോകുന്ന പലരുമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ഞരമ്പിന്റെ പ്രവർത്തനത്തിന് നമ്മുടെ മുമ്പിൽ ഒരു വഴി കണ്ടെത്താൻ സാധ്യമല്ല. ധൂർത്തപുത്രൻ പന്നിക്കൂട്ടിരുന്ന് ചിന്തിച്ചു, ഒരു വഴി അവന് മുമ്പിൽ കിട്ടിയില്ല. പക്ഷെ അവനത് ഓർത്തു. എന്തോർത്തു? ഒരു ബന്ധം ഓർത്തു. ഇതാ ഒരു വഴിത്താര. അപ്പൊ അതുകൊണ്ട് ഒരു ബന്ധമാണ് നമ്മളെ ഇതിൽ നിന്ന് വെളിയിൽ കൊണ്ടുവരുന്നത്. ഒരു ചിന്തയല്ല, ചില ചോദ്യങ്ങളല്ല. ഒരു ബന്ധം നമ്മളെ സ്വതന്ത്രമാക്കും. അതുകൊണ്ട് നമ്മുടെ പ്രശ്നത്തെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം നമുക്ക് തമ്പുരാന് മുമ്പിൽ ഒന്ന് അടിയറ വയ്ക്കുവാൻ തയ്യാറാകാം. നമ്മുടെ ചിന്ത, എൻ്റെ ഈ പ്രശ്നത്തെക്കുറിച്ചുള്ള ആലോചന ഞാനിത് അവസാനിപ്പിക്കുന്നു. ഹല്ലേലൂയ. ഇത് എവിടെയാണ് നമുക്ക് അവസാനിപ്പിക്കാൻ കഴിയുന്നത്? ഒരു ബന്ധത്തെക്കുറിച്ചുള്ള അറിവിന്റെ മുമ്പിലാണ് നമുക്ക് ഇത് അവസാനിപ്പിക്കാൻ കഴിയുക. അല്ലെങ്കിൽ നമ്മുടെ ചിന്ത കടന്ന് നമ്മളെ അലട്ടിക്കൊണ്ടിരിക്കും. ഒരു ബന്ധത്തിന് മാത്രമേ നമുക്ക് ഉത്തരം തരാൻ കഴിയൂ. ഹല്ലേലൂയ. ഒന്ന് കൈയടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തും. എന്താണ് യേശു നമുക്ക് വെളിപ്പെടുത്തി തന്ന ബന്ധം? ദൈവം നമുക്ക് പിതാവാണ്, നമ്മൾ അവിടുത്തെ മക്കളാണ്. 1 യോഹന്നാൻ 3:1. കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് ദൈവം നമ്മളോട് കാണിച്ചിരിക്കുന്നത്. അവിടെ നമ്മളെ മക്കളെ എന്ന് വിളിക്കുന്നു. നമ്മൾ അങ്ങനെയാണ് താനും പോലും. ഇനി നമ്മൾ എന്തായി തീരുമെന്ന് പറയാൻ പറ്റുകയില്ല. അപ്പൊ അതുകൊണ്ട് നമുക്കിതാ ഒരു ബന്ധം കിട്ടിയിരിക്കുന്നു. ഈ ബന്ധത്തെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്, ഈ ബന്ധം നമ്മൾ എത്ര പൊട്ടിക്കാൻ നോക്കിയാലും പൊട്ടുകയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ബന്ധം ഒരിക്കലും പൊട്ടിയല്ല. ഇതാണ് ബൈബിള് നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നത്. ഈ ബന്ധത്തെക്കുറിച്ചുള്ള അറിവ് മറ്റെല്ലാ മതപുസ്തകങ്ങളിൽ നിന്നും ബൈബിളിനെ വേർതിരിച്ചു നിർത്തുകയാണ്. ഈ ബൈബിള് കയ്യിലെടുക്കുമ്പോൾ ഒരിക്കലും പൊട്ടാത്ത ഒരു ബന്ധത്തെക്കുറിച്ചുള്ള ബോധം നമുക്കുണ്ടാകും. ഇതാണ് നമ്മുടെ ജീവിതത്തിലെ എല്ലാ മേഖലയിലേക്കുള്ള വഴി. അതാണ് ഇവിടെ നമ്മുടെ തലച്ചോറ് എല്ലാം ശാന്തമാകുകയാണ്, തലകുനിക്കുകയാണ്.
ഇവിടെ ഒരു ചിന്ത ദൈവസ്തുതിപ്പായി, ആരാധനയായി നമ്മുടെ ജീവിതത്തിൽ ഇതാ വഴിമാറുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പം ചിന്തയിൽ നിന്ന് ദൈവസ്തുതിപ്പിലേക്ക്, ആരാധനയിലേക്ക് വരാൻ നമുക്ക് കഴിയണം. ഹല്ലേലൂയ. പാപത്തിന് ചെളിക്കുണ്ടിൽ കഴിഞ്ഞിരുന്ന ഒരു സ്ത്രീ ആയിരുന്നു സമരിയാക്കാരി സ്ത്രീയെ. അവൾക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു. ഈശോ അവളോട് സംസാരിച്ചു. യേശു അവളോട് സംസാരിച്ചു. എന്താണ് യേശു അവളോട് സംസാരിച്ചത്? ഒരുപക്ഷെ അവൾ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നവളാണ്. അവൾ സൽപ്പേര് പോയി. അവൾ പരസ്യ പാപിനിയാണ്. ആ നാട്ടിലെല്ലാവർക്കും അറിയാം ഇവളൊരു വേശ്യയാണ്. ഇവൾ തന്നെത്താനിരുന്ന് ആലോചിക്കുക, എനിക്ക് എന്നെക്കുറിച്ച് ഇപ്പോൾ എൻ്റെ ചുറ്റുമുള്ള ലോകം ഞാൻ ചീത്തയാണെന്നാണ് അറിഞ്ഞിരിക്കുന്നത്. എൻ്റെ സൽപ്പേര് പോയി. ഇനി ആര് എൻ്റെ നേരെ നോക്കിയാലും അവരുടെ കണ്ണ് ഇതാ ഒരു വേശി എന്ന നിലയിലായിരിക്കും എന്നെ കാണുക. അവരങ്ങനെ കണ്ടില്ലെങ്കിൽ പോലും അവൾക്ക് അങ്ങനെ അനുഭവപ്പെടുക. ഇവരുടെയൊക്കെ നോട്ടം ഇതാ ഒരു വേശി, ഇങ്ങനെയാണ് മറ്റുള്ളവരുടെ കണ്ണുകൾ എന്നാണ് അവൾ ധരിച്ചു വച്ചിരിക്കുന്നത്. ഈ ധാരണ കാരണം ഇവൾക്ക് വെള്ളം കോരാൻ പോലും പറ്റുന്നില്ല. വെള്ളം കോരാൻ പോകുന്ന കിണറിന് തിരുത്തി ചെല്ലുമ്പോൾ അവിടെ മറ്റു വെള്ളം കോരാൻ വരുന്ന സ്ത്രീകളുണ്ട്. ഉടനെ തന്നെ സ്വരം അടക്കി പറയും, അതേ വരുന്നുണ്ട് വേശി എന്ന് പറയും. ഒരുപക്ഷെ ചിലപ്പോൾ ആ കിണറിന് തിരുത്തി നിൽക്കുന്ന സ്ത്രീകൾ അതായിരിക്കില്ല പറഞ്ഞത്, പക്ഷെ ഇവൾക്ക് അങ്ങനെ തോന്നുകയാണ്. അങ്ങനെ അവൾക്ക് തോന്നുന്നിടത്തോളം കാലം അവൾക്ക് ആരുടെയെങ്കിലും മുമ്പിൽ സംസാരിക്കാൻ പോകാൻ പറ്റുമോ? അതുകൊണ്ട് അവൾക്കറിയാം എന്നെ ആർക്കും ഇഷ്ടമില്ല. ഇനി എൻ്റെ അടുക്കൽ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ അവർ വേറെ ചിന്തയോടുകൂടി വരുന്നവരാണ്. അങ്ങനെ അവളുടെ കാഴ്ചപ്പാട് തന്നെ അങ്ങനെയാണ്. സഹോദരങ്ങളെ, എന്നാൽ ഈശോ അവളോട് സംസാരിച്ചു. ഇവളായിരിക്കുന്ന പ്രശ്നം എന്താണ്? ഇങ്ങനെയൊക്കെ ഒരു അവസ്ഥയിൽ ഒരാൾ എത്തിച്ചേർന്നാൽ എന്തായിരിക്കും? അവരെപ്പോഴും മറ്റുള്ളവർ എങ്ങനെയാണ് എന്നെ കാണുന്നത്? അവരെല്ലാവരും എന്നെ ചീത്തയായിട്ട് കാണുന്നു. ഈ പ്രശ്നത്തിൽ നിന്ന് എനിക്ക് അങ്ങനെ രക്ഷപ്പെടാൻ കഴിയും? എത്ര ആലോചിച്ചാലും തലച്ചോറിന് ഒരു ബുദ്ധി പറഞ്ഞു തരാൻ പറ്റിയല്ല. അപ്പൊ തലച്ചോറ് പറഞ്ഞു കൊടുക്കും, ഏതായാലും നിന്റെ പേര് പോയി, എന്നാ പിന്നെ നീ അതിനകത്ത് അങ്ങനെ അങ്ങ് ജീവിച്ചേക്കുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒരു നല്ല മനുഷ്യൻ നിന്റെ ജീവിതത്തിലേക്ക് വന്നാൽ തീർച്ചയായിട്ടും നീ വേശ്യയാണെന്ന് അറിയുമ്പോൾ അയാൾ സ്ഥലം വിടും. അതുകൊണ്ട് ഒരു നല്ല മനുഷ്യരും നിനക്ക് കിട്ടാൻ പോകുന്നില്ല. അതുകൊണ്ട് പിന്നെ നിനക്ക് കിട്ടുന്ന ഫ്രണ്ട്സ് ആരായിരിക്കും? മോശമായിട്ടുള്ള ലക്ഷ്യമുള്ള ആളുകളെ ആയിരിക്കും നിനക്ക് കിട്ടുക. അപ്പൊ നിനക്കൊരു കൂട്ടുകെട്ട് വേണ്ടേ? അതുകൊണ്ട് നീ അങ്ങനെയുള്ള ആളുകളുമായി ബന്ധം ഉണ്ടാക്കിയേക്കുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പല മദ്യപാനികളും എങ്ങനെയാ ചിന്തിക്കുക? അവർ മദ്യപിക്കാത്ത ആളുകളുടെ ഇടയിൽ ചെല്ലുമ്പോൾ ചിലപ്പോൾ ബന്ധുക്കളായിരിക്കും. എല്ലാ മദ്യപാനിയോടും അവരെന്ന് പറയും, എടാ നീ ഇങ്ങനെ കുടിച്ചു നടന്നത് ശരിയായില്ല, കുടുംബം നോക്കണം. അവർ എവിടെ ചെന്നാലും അവരെ മറ്റുള്ളവർ ഉപദേശിക്കും. നീ ജോലിക്ക് പോകുന്നുണ്ടോ? കുടുംബം നോക്കുന്നുണ്ടോ? കുഞ്ഞുങ്ങളുടെ കാര്യം ശ്രദ്ധിക്കുന്നുണ്ടോ? ഭാര്യയുടെ കാര്യം ശ്രദ്ധിക്കുന്നുണ്ടോ? ഇങ്ങനെയായിരിക്കും എല്ലാവരും പറയുക. ഇത് കേൾക്കുന്നത് തന്നെ അവന് ഇഷ്ടമല്ല. അതുകൊണ്ട് അവൻ എന്ത് ചെയ്യും? ഈ ഉപദേശിക്കുന്ന കൂട്ടുകെട്ടിൽ നിന്ന് പയ്യെ മാറി അവരൊരു മദ്യ കൂട്ടുകെട്ടുണ്ടാക്കിയിട്ടുണ്ട്. ആ കൂട്ടുകെട്ട് ചെന്നാൽ എന്തായിരിക്കും അവനോട് ചോദിക്കുക? എന്താണ് കുടിക്കാൻ വരാത്തത് എന്നാണ്. പ്രൈസ് ദി ലോർഡ്. എന്താ നീ ഇത്ര കുറച്ച് കുടിക്കുന്നത്? പണ്ട് നീ നല്ല കുടികാരനായിരുന്നു, ഇപ്പം എന്താ കുറച്ച് പോയത് പറ്റി? എന്താണ്? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവിടെ ഒരു കുടിയനും മറ്റൊരു കുടിയനോട് എന്താണ് കുടുംബം നോക്കാത്തത്? അങ്ങനെ ചോദ്യമേ ഇല്ല. നീയും കുടിയൻ, ഞാനും കുടിയൻ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവിടെ കാശുകാരനൊന്നും ഒന്നുമില്ല. അവിടെ എപ്പോഴും സമാനതയാണ്. നിങ്ങൾ കണ്ടിട്ടില്ലേ? നമ്മുടെയൊക്കെ ടൗണിലേക്ക് ചെന്ന് പിന്നെ മദ്യം ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് നോക്കിക്കുക, എത്ര നല്ല മനോഹരമായ ക്യൂ ആണ്. ഒരു കുടിയൻ വേറെ കുടിയനെ ബഹുമാനിക്കുന്നു. അവിടെ പോലീസിനെ ഒന്നും ആവശ്യമില്ല.
കാരണം അതൊരു കൂട്ടായ്മയാണ്. പ്രൈസ് ദി ലോർഡ്. ഞാനും കുടിയൻ, നീയും കുടിയൻ. ഒരു കുടിയനും വേറെ കുടിയനും ഉപദേശിക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അവൻ ആ ബന്ധത്തിൽ നിന്ന് ഇച്ചിരി അങ്ങോട്ട് മാറി നോക്കിക്കേ. ഉടനെ തന്നെ ആളുകൾ ചോദിക്കും, നീ കുടുംബം നോക്കുന്നുണ്ടോ? ഇങ്ങനെ അടുത്തത് ശരിയാകുമോ? നിന്റെ ആരോഗ്യം നോക്കണ്ടേ? അവൻ ആ ഉപദേശ മേഖലയിൽ നിന്ന് മാറിയ ശേഷം ഒരു സമാനതയുടെ മണ്ഡലത്തിൽ തന്നെ ചുരുട്ടി വയ്ക്കുവാൻ അവർ ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. അത് കൈയടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുക. അതുകൊണ്ട് അങ്ങനെയുള്ളൊരു സ്ഥലത്ത് ഒരു സുഹൃത്ത് വലയം ഉണ്ടാക്കാൻ, ഒരു ബന്ധമുണ്ടാക്കാൻ ആഗ്രഹിക്കും പ്രിയപ്പെട്ടവരെ. കാരണം എന്താണ്? ആ വ്യക്തി മനസ്സിലാക്കുകയാണ്, എനിക്കൊരു വിടുതലില്ല, അതുകൊണ്ട് ഇനി അങ്ങനെ അങ്ങോട്ട് ജീവിക്കുക എന്നതാണ് അവരുടെ കാഴ്ചപ്പാട്. അങ്ങനെ ഉത്തരം കണ്ടെത്താൻ കഴിയാത്ത ഒരു പ്രശ്നത്തിന്റെ അകത്ത് കിടക്കുന്നവളാണ് ഈ സമരിയാക്കാരിയായ സ്ത്രീയെ. പക്ഷെ അവൾ ഈശോയുടെ അടുക്കലേക്ക് വന്നു. അവൾ ഈശോയുടെ അടുക്കലേക്ക് വന്നതല്ല, ഈശോ അവളുടെ അടുക്കലേക്ക് ചെന്നതാണ്. അവൾ വെള്ളം കോരാൻ പോയതാണ്. പക്ഷെ ഈശോ ഇതാ അവിടെ നിൽപ്പുണ്ട്. കാരണം ഈ ബന്ധം നമുക്ക് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റുകയില്ല. നീ എവിടെ ചെന്നാലും യേശു അവിടെയുണ്ട്. നീ വെള്ളം കോരാൻ പോയാലും, ഭക്ഷണം കഴിക്കാൻ പോയാലും, ഉറങ്ങാൻ പോയാലും, നീ എവിടെ പോയാലും ഇതാ യേശു നിന്റെ മുമ്പിലുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്താണ് യേശു അവളോട് സംസാരിച്ചത്? യേശു അവളോട് എങ്ങനെയാണ് ആരാധിക്കേണ്ടത്, ദൈവത്തെ ആരാധിക്കേണ്ടത്, എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് എന്നാണ് ഈശോ പഠിപ്പിച്ചത്. അപ്പൊ അതുകൊണ്ട് നമുക്കൊരു ചിന്തയല്ല വേണ്ടത്, നമ്മൾ എങ്ങനെയാ പ്രാർത്ഥിക്കേണ്ടത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. പ്രാർത്ഥിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ ഈ ബന്ധം അനുഭവിക്കേണ്ടത് എങ്ങനെയാണ് എന്നതിനെ കുറിച്ചുള്ള അറിവ്. ആരാധനയും പ്രാർത്ഥനയും ഒരിക്കലും പൊട്ടാത്ത ഒരു ബന്ധത്തെക്കുറിച്ചുള്ള അനുഭവം നമ്മുടെ ജീവിതത്തിലേക്ക് ഒഴുക്കിവിടുന്ന സന്ദർഭമാണ്. ആരാധനയും പ്രാർത്ഥനയും വഴിയാണ് ഈ ബന്ധത്തിന്റെ തിരുമുറ്റത്തേക്ക് നമ്മൾ പ്രവേശിക്കുക. എല്ലാവരും ഒന്ന് കൈയടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തും. വിശദ വിവരങ്ങൾക്ക് ഡയറക്ടർ, ഡിവൈൻ വിഷൻ, ഡിവൈൻ റിട്രീറ്റ് സെന്റർ, മുരിങ്ങൂർ, ചാലക്കുടി 680316, കേരള, സൗത്ത് ഇന്ത്യ. ടെലിഫോൺ 0091-480-270-8098, 0091-480-270-2613. ഫാക്സ് 0091-480-270-8097. ഇമെയിൽ mail.divintv@gmail.com. Website www.drcm.org.